ഇതിൽ ആരെയാണ് ചതിച്ചിരിക്കുന്നത്? ബന്ധത്തിലൊരു മുഷിപ്പുണ്ടായി, ഒരു ശത്രുതയുണ്ടായ സമയത്ത് പീഡനം ആരോപിക്കുന്നത് അത് ശരിയല്ല. ഈ ഒരു കേസിൽ ആരാണ് ഇര എന്നുള്ളതാണ്. ഈ പെൺകുട്ടിയാണോ ഇര, അതോ ഇനി രാഹുലാണോ ഇര, അല്ലെങ്കിൽ ആ പെൺകുട്ടി വിവാഹിതയാണെങ്കിൽ അവളുടെ ഭർത്താവാണോ ഇര? വലിയൊരു ക്രൈം എന്ന് പറയുന്നത് നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് വിധേയമാക്കാൻ അവരെ നിർബന്ധിച്ചു. MLA സ്ഥാനത്തിരുന്നു കൊണ്ടല്ല രാഹുൽ തന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത്. അതിജീവിത രാഹുൽ ഗാന്ധിക്ക് കൂടി കത്തയച്ച സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം ആകെ ഒരു പ്രതിസന്ധിയിലാവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തൊരു സാഹചര്യത്തിൽ നല്ല നേതാവാണ്, അവൻ ശൈലി മാറ്റണം എന്നൊക്കെയാണ് കെ സുധാകരൻ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ട ഇതേവരെ കരുതിയതും നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതും പരാതി എവിടെ എന്നതായിരുന്നു. ഇന്നിപ്പോഴും അസന്നിഗ്ധമായി പരാതി കൃത്യമായിട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. പരാതി മാത്രമല്ല, അതിനാവശ്യമായ തെളിവും നൽകിയിട്ടുണ്ട് എന്നാണ് വാർത്താമാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ അവകാശമില്ല. ഒരു പെൺകുട്ടിയുടെ മാത്രമല്ല, നിരവധി പെൺകുട്ടികളെ വളരെ മ്ലേച്ഛമായ രീതിയിൽ പീഡിപ്പിച്ചതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പൊതുപ്രവർത്തകനിൽ നിന്നും ഒരു കാലത്തും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഒരു MLA എന്നുള്ള നിലയിൽ കോൺഗ്രസിൻ്റെ ഒരു യുവ MLA നടത്തിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇതുപോലെ പല ആളുകളുടെയും പേരിൽ കേസുകൾ ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പാർട്ടിക്ക് പുറത്താണ്. ഇപ്പോൾ ഇനി സസ്പെൻഡ് ചെയ്ത ആൾക്കെതിരെ കൂടുതൽ നടപടികൾ എടുക്കണമെങ്കിൽ തുടർ നടപടികൾ നോക്കിയിട്ട് ആലോചിച്ച് ചെയ്യാം. വനിതാ ജംഗ്ഷനിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് നേരിട്ടെത്തി പരാതി നൽകിയിരിക്കുകയാണ് അതിജീവിത. രാഹുലിനെതിരെ ഉയർന്ന പരാതികൾക്ക് ഇപ്പോൾ കൂടുതൽ ബലമായിരിക്കുകയാണ്. കാരണം അതിജീവിത തന്നെ ലൈംഗിക പീഡന പരാതി ഉന്നയിച്ച് നിയമപരമായി മുന്നോട്ട് പോവുകയാണ്. കേസെടുത്ത് പോലീസ് അന്വേഷണവും ആരംഭിച്ചതോടെ ഇതുവരെയുള്ള രാഹുലിൻ്റെ പ്രതിരോധങ്ങളെല്ലാം പാളുകയാണ്. ഐശ്വര്യ, ഇതുവരെ രാഹുലിനുണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് നേരിട്ട് ഈ ഇരയായവർ പരാതിയുമായി രംഗത്ത് വന്നിട്ടില്ലല്ലോ എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഓഡിയോ ക്ലിപ്പുകളും വാട്സപ്പ് സന്ദേശങ്ങളും ഒക്കെ വന്ന ആ ഒരു സമയത്ത് തന്നെ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഹൂ കേസ് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ അതിനെ പുച്ഛിച്ച് തള്ളുന്ന ഒരു അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ അതിന് ഇരയായ അതിജീവിത തന്നെ നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് പരാതി പറയുന്നു. സണ്ണി ജോസഫിന്, എന്തിനേറെ രാഹുൽ ഗാന്ധിക്ക്, VD സതീശൻ ഉൾപ്പെടെ ഈ അതിജീവിത പരാതി നൽകുകയാണ്. ഇനി ഇതിൽ എന്താണ് ഇപ്പോൾ ഇനി അടുത്ത കോൺഗ്രസിൻ്റെ ഒരു നടപടി എന്നുള്ളതുണ്ട്. അതിനപ്പുറം രാഹുൽ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്ന കോൺഫിഡൻസോടുകൂടി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതിനെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന ഒരു പ്രതികരണങ്ങളൊക്കെയുണ്ട്. അതൊക്കെ പാളുകയാണ് അല്ലേ? മായ സൂചിപ്പിച്ചതുപോലെ രാഹുലിൻ്റെ എല്ലാ പ്രതിരോധങ്ങളും പാളുകയാണ്. ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു രാഹുലിനുണ്ടായിരുന്നത്. പക്ഷേ ഇനി അങ്ങനെയല്ല കാര്യങ്ങൾ. കാരണം ഒരു പെൺകുട്ടി പരാതിയുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഈ ഒരു വിഷയത്തെ നിഷ്പക്ഷമായി സമീപിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊരു പരാതി വരുന്നത്. കാരണം ആദ്യം രാഹുലിനെതിരെ ഒരു ഓഡിയോ സന്ദേശം വരുന്നു, രാഹുൽ സംസാരിച്ചതാണ് എന്ന് പറയുന്നൊരു ഓഡിയോ സന്ദേശം വരുന്നു. അതിനുശേഷം ചാറ്റുകൾ വരുന്നു. പിന്നാലെ ഇരയ്ക്ക് പരാതിയില്ല, ഇരയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതിയില്ല. പക്ഷേ ഈ പരാതി കൊടുക്കുന്നത് ഒരു പൊതുപ്രവർത്തകനാണ്. കാരണം ഒരു ജനപ്രതിനിധി ഇങ്ങനെയല്ല ആകേണ്ടത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ പരാതി നൽകുന്നത് പൊതുപ്രവർത്തകനാണ്. ആ സമയവും ഇര പരാതി നൽകിയിരുന്നില്ല. അതിനുശേഷം ഒരു മാസങ്ങൾക്കിപ്പുറം വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പൊങ്ങി വരികയാണ്. അപ്പോഴും ചാറ്റ് പുറത്തു വരുന്നു, ഈ ഓഡിയോ സന്ദേശം പുറത്തു വരുന്നു. അപ്പോഴും രാഹുൽ ഈ ചോദിച്ചതുപോലെ ഹൂ കെയേഴ്സ്, കാരണം പരാതിയുമായി ആരും വരുന്നില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ എന്തായിരുന്നു ഇത്, രാഹുലിൻ്റെ ഓഡിയോ ആണോ എന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴേക്കും പരാതിയുമായി ആരും വന്നിട്ടില്ലല്ലോ എന്ന കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നേരെ കാര്യങ്ങൾ തിരിയുകയാണ്. ഒരു പെൺകുട്ടി തന്നെ പരാതിയുമായി മുന്നോട്ട് വരുന്നു. അതും
പെൺകുട്ടി പരാതി നൽകുന്നത് മുഖ്യമന്ത്രിക്കാണ്. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ക്ലിഫ് ഹൗസിൽ പോയി പരാതി നൽകുന്നു. അപ്പോഴേക്കും മുഖ്യമന്ത്രി പറയുന്നു, ഇവിടെ വെച്ചല്ല ഇത്തരം കാര്യങ്ങൾ സംസാരിക്കേണ്ടത്, നമുക്ക് ഇവിടെ സെക്രട്ടേറിയറ്റിലേക്ക് വരൂ, അവിടെ പരാതി നൽകൂ എന്ന് പറയുന്നു. അങ്ങനെ അങ്ങോട്ടേക്ക് പോയി പരാതി നൽകുന്നു. ഈ ഒരു കേസ് ഇപ്പോൾ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അതായത് എന്താണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്? ഇനി രാഹുലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ രാഹുലിന് ഇനി ജാമ്യം ലഭിക്കുമോ, രാഹുലിനെ അറസ്റ്റ് ചെയ്യുമോ, ഇതൊക്കെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. കാരണം ഒരു ജനപ്രതിനിധി ഇങ്ങനെയല്ല ആകേണ്ടത്. തനിക്കെതിരായ ആരോപണം ആദ്യം വന്നപ്പോൾ തന്നെ ഇത് പ്രതിരോധിക്കേണ്ട ഒരു കടമ അല്ലെങ്കിൽ ഒരു ചുമതല രാഹുലിനുണ്ട്. രാഹുൽ ഒരു മണ്ഡലത്തിലെ MLA ആണ്. തൻ്റെ ജനങ്ങൾ തന്നെ പ്രതീക്ഷിച്ചാണ് തന്നെ MLA ആക്കി വിട്ടത്. അപ്പോൾ രാഹുലാണ് തെളിയിക്കേണ്ടിയിരുന്നത് ആ ഒരു സമയം തന്നെ ഇത് എൻ്റെ ഓഡിയോ അല്ല, ഇത് എൻ്റെ ചാറ്റ് അല്ല എന്ന് അന്ന് തന്നെ രാഹുൽ തെളിയിക്കേണ്ടതായിരുന്നു. ഈ ഓഡിയോ പുറത്തു വന്നപ്പോഴും വാട്സാപ്പ് സന്ദേശങ്ങൾ പുറത്തു വന്നപ്പോഴും ഒരു ഘട്ടത്തിൽ പോലും രാഹുൽ അതിനെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇത് തൻ്റെതല്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ആധികാരികത എന്താണെന്ന് നിങ്ങൾ ഉറപ്പാക്കൂ, ഇതിങ്ങനെ കൊടുക്കരുത് എന്നുള്ളത് പോലും രാഹുൽ പറഞ്ഞിട്ടില്ല. കാരണം രാഹുലിന് ഇത്തരത്തിലുള്ള ഓഡിയോകളും വാട്സാപ്പ് സന്ദേശങ്ങളും ഒക്കെ വരുമ്പോൾ ഇത് തനിക്കെതിരെ അപകീർത്തികരമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായും നിയമ നടപടി സ്വീകരിക്കാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. പക്ഷേ രാഹുൽ അതിനൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ്. ഈ യൂത്ത് കോൺഗ്രസിൻ്റെ വനിതാ പ്രവർത്തകരടക്കം പരാതി ഉന്നയിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം, എന്തുകൊണ്ട് താങ്കൾക്ക് നിയമ നടപടി സ്വീകരിച്ചുകൂടാ എന്നുള്ള. ഇത് ആരായാലും, ജനപ്രതിനിധി ആയിക്കോട്ടെ മറ്റാരെങ്കിലും ആയിക്കോട്ടെ, തങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ തീർച്ചയായും ആ സമയത്ത് നിയമ നടപടികളിലേക്ക് നീങ്ങുക എന്നുള്ളതാണ്. തൻ്റെ വ്യക്തിഹത്യയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ സമയത്ത് പോലും രാഹുൽ നിയമ നടപടികളിലേക്ക് നീങ്ങിയിട്ടില്ല എന്നുള്ളതല്ലേ? നീങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, അതിനുശേഷം വലിയ രീതിയിൽ തനിക്കെതിരെ ഒരു സൈബർ ആക്രമണങ്ങളും അല്ലാത്ത ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു അറ്റാക്ക് നേരിട്ടപ്പോഴും രാഹുൽ ഇതൊന്നും കൂസാതെ താനല്ല ചെയ്തതെന്ന് പറയുന്നുമില്ല. പക്ഷേ പതിയെ രാഷ്ട്രീയത്തിൽ സജീവമാവുകയും ചെയ്തു. അതായത് ഈ പെൺകുട്ടി പരാതിയുമായി പോകുന്നതിന് തൊട്ട് മുൻപ് വരെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളിലായിരുന്നു രാഹുൽ. അതായത് അത്ര കോൺഫിഡൻ്റ് ആയിരുന്നു പെൺകുട്ടി പരാതി നൽകില്ല എന്നുള്ളത്. കാരണം താൻ തെറ്റ് ചെയ്തില്ലെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ ഇതുമായി ബന്ധപ്പെട്ട് തൻ്റെ ഓഡിയോ അല്ല, തൻ്റെ ചാറ്റ് അല്ല, പക്ഷെ തൻ്റെ പേര് പറഞ്ഞ് മാധ്യമങ്ങൾ ഇത്തരം വാർത്ത കൊടുക്കുന്നത് കൊണ്ട് താൻ കേസ് കൊടുക്കും എന്ന് രാഹുൽ ഒരിടവും പറഞ്ഞില്ല. അപ്പം അതിനർത്ഥം രാഹുലിന് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട്. പക്ഷേ ഇത് കേസുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഇതെങ്ങനെയാകും കോടതി കൈകാര്യം ചെയ്യുക? അല്ലെങ്കിൽ രാഹുലിന് ഉടനെ അറസ്റ്റിലാവും, അല്ലെങ്കിൽ രാഹുൽ കേസുമായി FIR ഒക്കെ രജിസ്റ്റർ ചെയ്തു. അതുകൊണ്ട് തന്നെ രാഹുലിനെ പിടികൂടും. ഇപ്പോൾ ഒളിവിലാണ്, അപ്പോൾ രാഹുലിനെ പിടികൂടും, അപ്പോൾ മുൻകൂർ ജാമ്യത്തിനായി നീങ്ങുന്നുണ്ട്. പക്ഷേ കോടതി എങ്ങനെ ഈ കേസിനെ നോക്കിക്കാണും എന്നുള്ളതാണ്. അതായത് സുപ്രീം കോടതിയുടെ വിധികൾ എടുത്ത് നോക്കുക തന്നെയാണെങ്കിൽ ഈ ഒരു മാസം 2025 നവംബർ 24 ഈ സമദാൻ കേസ് ഉണ്ടായിട്ടുണ്ട്. അതിലെന്തായിരുന്നു സുപ്രീം കോടതി പറഞ്ഞത് എന്നുള്ളത് ഒരു വളരെ റിലവൻ്റ് ആണ്. അതായത് വിവാഹിതയായ 3 മക്കളുടെ അമ്മ ഒരു യുവാവിനെതിരെ കേസ് കൊടുക്കുകയാണ്. അതായത് തന്നെ വഞ്ചിച്ചു, തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുകയാണ്. അവിടെയും കോടതി ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. അതായത് ഇതൊരു ക്രിമിനൽ കുറ്റമാണ്. കല്യാണം കഴിഞ്ഞ് 3 മക്കളുള്ള ഒരു പെൺകുട്ടി, ഒരു അമ്മ, തന്നെ ഇയാൾ വിവാഹം ചെയ്യും എന്ന പ്രതീക്ഷയിൽ ഉഭയകക്ഷി ബന്ധപ്രകാരം അവർ ആ ഒരു റിലേഷൻ മുതിരുകയാണ്. പക്ഷേ തന്ന വാക്ക് പാലിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രണ്ടുപേരുടെ സമ്മതത്തോടെ ചെയ്തൊരു പ്രവൃത്തി പിന്നീട് ഒരു ക്രിമിനൽ കുറ്റമായി അല്ലെങ്കിൽ അതൊരു പീഡനമായി മാറുകയാണ്. ഇതെങ്ങനെ ഒരു കേസാകും? അങ്ങനെ സെഷൻസ് കോടതി 10 വർഷം ജീവപര്യന്തം വിധിച്ച കേസ്, അതിനുശേഷം ഹൈക്കോടതി അത് 7 വർഷമായി ചുരുക്കിയ കേസ് സുപ്രീം കോടതിയിൽ തള്ളുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം കോടതി വിധികൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരിക്കും രാഹുലിൻ്റെ അഭിഭാഷകർ മുന്നോട്ട് പോകുന്നത്. ഇത് തന്നെയാണ് 2023 സംഭവിച്ചത്. 2023 ഈ പറഞ്ഞ പോലെ ഉണ്ടായൊരു നഈം മുഹമ്മദിൻ്റെ കേസിലും ഇത് തന്നെയായിരുന്നു. വിവാഹിതയായ ഒരു സ്ത്രീ ഈ നഈം മുഹമ്മദുമായി ഒരു ബന്ധം സ്ഥാപിക്കുമ്പോൾ 2 പേർ സമ്മതത്തോടെ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം വീണ്ടും പീഡനമായി മാറുകയാണ്. അപ്പോഴും സുപ്രീം കോടതി ചോദിച്ചൊരു കാര്യമുണ്ട്, ഇതെങ്ങനെ പീഡനമാവും? അപ്പോൾ ഈ കേസുകളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാഹുലിൻ്റെ അഭിഭാഷകന് രാഹുലിന് ജാമ്യം നേടിക്കൊടുക്കാനാകുമെന്നാണ് ഞാൻ ഈ ഒരു കേസിൻ്റെ നമുക്ക് മുൻകാല കേസുകൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ രാഹുലിന് ജാമ്യം ലഭിക്കുമെന്നൊരു കാര്യത്തിൽ, അല്ലെങ്കിൽ രാഹുലിന് ഈ കേസിൽ നിന്നും ഊരിപ്പോകാൻ ചിലപ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും എന്നുള്ളത് നമുക്ക് മുൻകാല ഒരു കേസുകൾ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാകും. അതെ, സുപ്രീം കോടതി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 2 പേരും ഒരു റിലേഷനിലായിരിക്കുന്നത് വിവാഹിതരല്ലാത്ത കാര്യത്തിലും ആ ഒരു റിലവൻ്റ് ആയിട്ടുള്ള ഒരു വിധി സുപ്രീം കോടതിയുടെ ഭാഗത്ത്
ഭാഗത്തു നിന്നുണ്ടായിരുന്നു. രണ്ടുപേരും റിലേഷനിലായി ആ സമയത്ത് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ, ലൈംഗിക ബന്ധങ്ങളും അവസാനം ഈ ബന്ധത്തിലൊരു മുഷിപ്പുണ്ടായി, ഒരു ശത്രുതയുണ്ടായ സമയത്ത് പീഡനം ആരോപിക്കുന്നത് അത് ശരിയല്ല. അത്തരത്തിലുള്ള ആരോപണങ്ങളും കേസുകളും നിലനിൽക്കില്ല എന്ന് കോടതി തന്നെ നേരത്തെ ഐശ്വര്യ സൂചിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇത്തരത്തിലൊരു വിധി കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള ഒരു കേസാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഈ ജനപ്രതിനിധി എന്നതിനൊപ്പം തന്നെ ഈ നമ്മുടെ നാട്ടിൽ രണ്ടുപേര് തമ്മിൽ ഒരു റിലേഷനിലാവുക അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു രണ്ടുപേരുടെ വ്യക്തിത്വത്തിലെ അത് ധാർമ്മികത എന്താണ്, അധാർമികത എന്താണ്, അതിൻ്റെ അത്തരം വശങ്ങളിലേക്ക് ഒന്നും നമുക്ക് പോകേണ്ടതില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടി ഇവിടെ രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്ന വലിയൊരു ക്രൈം എന്ന് പറയുന്നത് നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് വിധേയമാക്കാൻ അവരെ നിർബന്ധിച്ചു എന്നുള്ളതാണ്. അതാണ് ഈ ജനപ്രതിനിധി എന്ന നിലയിലും അല്ലാത്തപ്പോഴും ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ക്രിമിനൽ കുറ്റമായി ഇവിടെ കാണുന്നത്. അതിനിപ്പോൾ ഈ കേസായി ഇനിയിപ്പോൾ വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അത് രാഹുൽ തെളിയിക്കേണ്ട കാര്യമാണ്. ഇതെങ്ങനെ, ഏത് രീതിയിലാണ് ഇപ്പോൾ നിർബന്ധിത ഗർഭചിത്രം എന്നൊക്കെ പറയുന്നത്, അത് ഏത് രീതിയിലാണ്, അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാണോ അല്ലാതെ പിൽസ് കൊടുത്തത് അങ്ങനെയുള്ള രീതിയിലാണോ എന്നൊക്കെ അതിപ്പോൾ ഇനിയിപ്പോൾ വിചാരണകളൊക്കെ നടക്കുമ്പോഴൊക്കെ അത് തെളിയിക്കേണ്ട കാര്യമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഒരു നിയമപ്രകാരം ആ നിർബന്ധിത ഗർഭചിത്രം എന്ന് പറയുന്നത് അതൊരു വലിയ ക്രിമിനൽ കുറ്റമാണ്, ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ്. ഈ ഗർഭചിത്രത്തിന് നമ്മുടെ നാട്ടിൽ അനുമതിയുണ്ട്. അത് പക്ഷേ ചില കേസുകളിലും ചില പ്രത്യേക കണ്ടീഷനുകളിലും മാത്രമാണ് അത്തരത്തിലുള്ള അനുമതി നൽകുന്നത് എന്നുള്ളതാണ്. അത് മെഡിക്കൽ പ്രാക്ടീഷൻ്റെ നിരീക്ഷണത്തിലുമൊക്കെയാണ് അത് ചെയ്യേണ്ടത്. അത് അമ്മയ്ക്ക് എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നം ഈ ഒരു ക്യാരിയിങ് കൊണ്ട് സംഭവിക്കുന്നുണ്ടോ, ആ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ ഗർഭചിത്രത്തിന് അനുമതി കൊടുക്കും. അതുപോലെ തന്നെ ഈ ലൈംഗിക പീഡനത്തിനും റേപ്പിനൊക്കെ വിധേയമായിട്ടുള്ളവർ ഇതുപോലെ തന്നെ ഗർഭം ധരിക്കുമ്പോൾ അതിന് ഗർഭചിത്രത്തിന് അനുമതി കൊടുക്കും. അങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മുടെ നാട്ടിലെ ഒരു നിയമം എന്നുള്ളത്. പക്ഷെ അവിടെയും ഒരു ലൂപ്പ് ഹോള് രാഹുലിനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇര എന്ന് പറയുന്നത് ഒരു വിവാഹിതയാണെങ്കിൽ, അതും നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ഈ ഒരു ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് കോടതി അല്ലെങ്കിൽ അഭിഭാഷകൻ ചോദിക്കാൻ പോകുന്ന ചില ചോദ്യങ്ങളുണ്ട്. അത് ആരുടെ കുഞ്ഞായിരിക്കും, അത് തെളിയിക്കാനായ ആ ഒരു ഭ്രൂണം ഇപ്പോൾ ഇല്ല. കാരണം അത് കുറച്ച് നാളുകൾ മുമ്പ് ഗർഭചിത്രം നടത്തിയതാണ്. അപ്പോൾ രാഹുലിന് രക്ഷപ്പെടാൻ അങ്ങനെ ഒരു പഴുതും കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതായത് ആരുടെ കുട്ടിയാണ് എന്ന് തെളിയിക്കാനായി DNA നടത്താൻ പറ്റില്ല. കാരണം ഈ പറഞ്ഞതുപോലെ ആ ഭ്രൂണം ഇപ്പോൾ ഇല്ല, അന്ന് പ്രിസർവ് ചെയ്തിട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു രാഹുലിന് രക്ഷപ്പെടാൻ ഒരു പഴുത് അവിടെ കിടപ്പുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ മായ. തീർച്ചയായും അത്തരത്തിലുള്ള പഴുതുകൾ ഉണ്ടെങ്കിൽ കൂടി ഇതൊക്കെ തെളിയിക്കേണ്ടത് ഈ കോടതിയിലേക്ക് എത്തി ഈ വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ്. കാരണം ഈ ഡിജിറ്റൽ തെളിവുകളാണ് സമർപ്പിച്ചിരിക്കുന്നത്, മെഡിക്കൽ രേഖകൾ സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഡിജിറ്റൽ തെളിവുകളുടെയൊക്കെ ആധികാരികത എത്രത്തോളം ഉണ്ട്? ഇപ്പോൾ ഈ രാഹുൽ തന്നെ പറയുകയുണ്ടായി, ഇന്നത്തെ കാലമല്ലേ ഇതൊക്കെ സുഹൃത്തെ, ഇതെന്തൊക്കെ സംഭവിക്കാം. കാരണം അത്തരത്തിലുള്ള ടെക്നോളജിയൊക്കെ വളർന്നു. പക്ഷേ അത് എങ്കിൽ പോലും ഇതിൻ്റെ ആധികാരികത എത്രത്തോളം ഉണ്ട്, ഇത് തൻ്റെതാണോ അല്ലയോ എന്നൊക്കെ തെളിയിക്കേണ്ടത് ഈ നിയമ നടപടിയുമായി രാഹുൽ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. പക്ഷേ ഇത്തരത്തിൽ ഈ ഓരോ ഓഡിയോയും വാട്സപ്പ് സന്ദേശങ്ങളും ഒക്കെ വരുന്ന സാഹചര്യത്തിൽ രാഹുൽ ഈ കാര്യങ്ങളൊന്നും നിഷേധിക്കാത്തൊരു സാഹചര്യത്തിൽ രാഹുൽ ഒരു കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അയാളുടെ പ്രതികരണത്തിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. ഈ രാഹുലിനെതിരെ പാർട്ടി നേതൃത്വം ആദ്യം നടപടി സ്വീകരിച്ചതും ഒരുപക്ഷെ അവർക്ക് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള ഓരോ തെളിവുകൾ ഓരോ ദിവസവും പുറത്തു വരുന്നു. അതൊരു മൂന്നാം കക്ഷിയായിട്ടാണ് വരുന്നത്, ഇര നേരിട്ട് വരുന്നില്ല. പക്ഷേ ഒരു പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് നേതൃത്വത്തിനും നേതാക്കൾക്കൊക്കെ മനസ്സിലായത് ഇദ്ദേഹത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ട്, തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ നടപടി സ്വീകരിച്ചതും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിയതും സസ്പെൻഷൻ കൊടുത്തതും ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റിയതും ഒക്കെ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. ഇപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ആ ഒരു അതിജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഫേസ്ബുക്കിലൂടെയാണ് പ്രതികരണം നടത്തിയിരിക്കുന്നത്. സത്യം തെളിയുമെന്നുള്ളത്. സത്യം എന്താണെന്ന് തെളിയുക തന്നെ ചെയ്യും. കാരണം അതിനാണ് നീതിന്യായ വ്യവസ്ഥ ഇവിടെ ഉള്ളത്. അത് ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് തെളിയിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇവിടെ എടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ ആരാണ് ഇര എന്നുള്ളതാണ്. ഈ പെൺകുട്ടിയാണോ ഇര, അതോ ഇനി രാഹുലാണോ ഇര, അല്ലെങ്കിൽ ആ പെൺകുട്ടി വിവാഹിതയാണെങ്കിൽ അവളുടെ ഭർത്താവാണോ ഇര? ആ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഇതിൽ ആരെയാണ് ചതിച്ചിരിക്കുന്നത്? കാരണം വിവാഹിതയാണെങ്കിൽ അപ്പോൾ ആ ഭർത്താവിനെ ചതിക്കുകയല്ലേ ചെയ്തത്? രാഹുലിനെയും ഒരു ഘട്ടത്തിൽ ചതിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിച്ചൂടെ?
കൂടാതെ രാഹുലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് എല്ലാ വാഗ്ദാനങ്ങളും നൽകി ആ ചാറ്റിലുടനീളം പറയുന്നുണ്ട് നിന്നെ ഗർഭിണിയാക്കണം എന്ന് വരെ ആ ചാറ്റിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ രാഹുൽ ചെയ്തത് വളരെ വലിയൊരു ക്രിമിനൽ കുറ്റം തന്നെയാണ്. കാരണം ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് ഗർഭിണിയാക്കുകയും അതിനുശേഷം അത് ഗർഭചിത്രം നടത്താനായി വളരെ മോശമായ രീതിയിൽ ആ കുട്ടിയുടെ മാനസികാവസ്ഥ തകർത്ത് നിലവിളിച്ചുകൊണ്ടാണ് ആ കുട്ടി ഫോണിൽ അദ്ദേഹത്തോട് അല്ലെങ്കിൽ സംസാരിക്കുന്ന, അങ്ങനെയാണ് ആ തെളിവുകളൊക്കെയും പുറത്ത് വന്നിരിക്കുന്നത്. അതായത് ആ കുട്ടി അനുഭവിച്ച ഒരു മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് ചെറുതല്ല. അങ്ങനെയാണെങ്കിൽ രാഹുൽ വളരെ വലിയ ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇര എന്ന് പറയുന്നത് പെൺകുട്ടിയാണ്. അതേസമയം വിവാഹിതയാണ് എങ്കിൽ ആ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അയാളാണ് അവിടെ ഇരയാകുന്നത്. അപ്പോൾ ഈ കേസിൽ അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇതിന് ആരാണ് ഇര എന്നുള്ളതാണ് എടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മായ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം പാലക്കാട് രാഹുലിൻ്റെ ഒരു ചരിത്രം നോക്കിയാൽ തന്നെ അറിയാം, വളരെ നല്ലൊരു നേതാവാണ്, രാഷ്ട്രീയത്തിൽ പെട്ടെന്ന് ഉദിച്ചു വന്നൊരു നേതാവാണ്. അത്രയും വലിയ ഭൂരിപക്ഷത്തോടെയാണ് രാഹുൽ പാലക്കാട് വിജയിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നൊരു നേതാവ്, ജനങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കേണ്ട നേതാവ്, ഇനി തെരഞ്ഞെടുപ്പുകൾ വരും, തനിക്ക് വലിയ രാഷ്ട്രീയ ഭാവി ഉള്ളതാണ്, താൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ജനങ്ങളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് അയാൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോട് എങ്ങനെ പെരുമാറരുത്, അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എങ്ങനെ ആകരുത് എന്നുള്ളൊരു ഉദാഹരണമാണ് രാഹുൽ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു പരാതിയുമായി ഒരു പെൺകുട്ടി വന്നിരിക്കുന്ന സ്ഥിതിക്ക് രാഹുലാണ് തെളിയിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ MLA സ്ഥാനത്ത് ഇരുന്നുകൊണ്ടല്ല രാഹുൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത്. തൻ്റെ ആ ഒരു ജനപ്രതിനിധി എന്ന സ്ഥാനത്തിൽ നിന്ന് പുറത്ത് നിന്നുകൊണ്ട്, ഒരു വ്യക്തിയായി നിന്നുകൊണ്ട് താൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ഈ വന്നിരിക്കുന്ന കേസുകളെല്ലാം, ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെല്ലാം തെറ്റാണെന്ന് തെളിയിക്കേണ്ടത് രാഹുൽ തന്നെയാണ്, അല്ലേ? തീർച്ചയായും രാഹുൽ തന്നെയാണ് ഇത് തനിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ തെറ്റാണോ അല്ലയോ എന്ന് തെളിയിക്കേണ്ടത്. ഒപ്പം തന്നെ കോൺഗ്രസും കൂടി ഇതിൽ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് തന്നെ നേരത്തെ നടപടിയെടുത്തു നമ്മൾ പറഞ്ഞതാണ്. ഈ സമൂഹത്തിന് എന്ത് സന്ദേശം കൂടി നൽകുന്നു എന്നുള്ളതാണ്. ഹൈക്കമാൻഡിൻ്റെ ഒരു നിർദ്ദേശപ്രകാരമൊക്കെയാണ് ഇത്തരത്തിലുള്ള നടപടികൾ രാഹുലിനെതിരെ എടുത്തിരിക്കുന്നത്. ഇനി രാഹുലിനെതിരെ അടുത്ത നടപടി എന്ത് എന്നുള്ളതാണ്. നമ്മൾ കണ്ടതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഒരു സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്തുന്ന രാഹുലിനെ ഈ പാർട്ടി അംഗത്വം അല്ലാതിരുന്നിട്ട് കൂടി ഈ രാഹുൽ പറയുകയാണ്, സർക്കാരിനെതിരെ വെല്ലുവിളിച്ചൊക്കെയാണ് പറയുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് മനസ്സിലാകും നിങ്ങൾക്ക് ഞങ്ങൾ ഉയർത്തുന്നതാണോ, പ്രതിപക്ഷം ഉയർത്തുന്നതാണോ സർക്കാർ ഉയർത്തുന്നതാണോ ശരിയെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറയുന്നതാണ്. ഈ പ്രതിപക്ഷം എന്ന് പറയാൻ രാഹുലിന് എങ്ങനെയാണ് ധൈര്യം കിട്ടുന്നത്? ഒരു പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം ആ പാർട്ടിയുടെ വക്താവ് എന്ന രീതിയിൽ പ്രവർത്തിക്കുവാനും അഭിപ്രായങ്ങൾ പറയുവാനും രാഹുൽ ഉണ്ടായിരിക്കുന്ന ഒരു ധൈര്യമെന്നുണ്ട്. കാരണം ഈ പല നേതാക്കളും രാഹുലിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്, അത് നമ്മൾ കണ്ടതാണ്. പക്ഷേ രാഹുലിനെ അനുകൂലിച്ചിട്ടും ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്നലെ അടൂർ പ്രകാശിൻ്റെ പ്രതികരണം നമ്മൾ കേട്ടതല്ലേ? ഇതൊരു ആരോപണം അല്ലേ? മറ്റേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അങ്ങനെ എന്തൊക്കെ കാണും? കെ സുധാകരൻ അതിന് തൊട്ട് മുമ്പ് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഓൻ നല്ല നേതാവാണ്, അവൻ ശൈലി മാറ്റണം എന്നൊക്കെയാണ് കെ സുധാകരൻ പറഞ്ഞത്. അതുകൊണ്ട് തീർച്ചയായും പാർട്ടിക്കും ഇതാണ് രാഹുലിന്റെ ശൈലി എന്നുണ്ടെങ്കിൽ രാഹുൽ ജനപ്രതിനിധി ആകരുത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് തെളിയിക്കേണ്ടത് രാഹുൽ തന്നെയാണ്. അതിൽ കൃത്യമായ സന്ദേശം പൊതുജനങ്ങൾക്ക് നൽകേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണ്. ഇത് ആദ്യ ഘട്ടമാണെന്നാണ് രാഹുലിനെ പുറത്താക്കിക്കൊണ്ട് VD സതീശൻ പറഞ്ഞത്. അതിൻ്റെ അടുത്ത ഘട്ടം എന്ത് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ട് പോലുമില്ല. സസ്പെൻഷനിലാണെന്ന് പറയുന്നു. സസ്പെൻഷൻ എത്ര കാലത്തേക്കാണ് സസ്പെൻഷൻ? 6 മാസത്തേക്കാണോ? എത്ര നാളത്തേക്കാണ് ഈ സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് ഒരു തീരുമാനം സംസ്ഥാന നേതൃത്വത്തിന് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ രീതിയിലൊക്കെ സമ്മർദ്ദം വരും. പക്ഷേ അതിജീവിത രാഹുൽ ഗാന്ധിക്ക് കൂടി കത്തയച്ച സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം ആകെ ഒരു പ്രതിസന്ധിയിലാവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തൊരു സാഹചര്യത്തിൽ ഇനി രാഹുലിനെതിരെ വളരെ പൊതുജനങ്ങൾക്ക് ഒരു നല്ല രീതിയിൽ സന്ദേശം ആകുന്ന രീതിയിലുള്ള നടപടികളിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ഈ കാര്യത്തിൽ കോൺഗ്രസിന് ഒരു ശക്തമായ ഒരു പ്രതിരോധം തീർക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഈ മായ സൂചിപ്പിച്ചതുപോലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് ഇത്തരം ആരോപണങ്ങളും ഇത്തരം പ്രശ്നങ്ങളെല്ലാം വീണ്ടും തലപൊക്കുന്നത് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. എന്തായാലും രാഹുലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രാഹുൽ ഒരു ജനപ്രതിനിധി ആയിരിക്കാൻ യോഗ്യനല്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഈ ചാറ്റും ശബ്ദ സന്ദേശവും എല്ലാം തൻ്റേതല്ല എന്ന് രാഹുൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പകരം പരാതിയില്ലല്ലോ എന്നായിരുന്നു രാഹുലിൻ്റെ മറുപടി. ഇപ്പോൾ അതിജീവിത തന്നെ പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ തൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് തെളിയിക്കേണ്ടത് രാഹുൽ തന്നെയാണ്. തൻ്റെ MLA സ്ഥാനം രാജിവെച്ച് രാഹുൽ അത് തെളിയിക്കുക തന്നെ വേണം.